കാര്യങ്ങൾ കൈവിട്ടു. സഭയെയും അധികാരികളെയും അനുസരിക്കാത്ത 4 വിമത വൈദികർക്ക് ഇനി സഭയ്ക്ക് പുറത്താകാതിരിക്കണമെങ്കിൽ സഭാ കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയിലായി കാര്യങ്ങൾ. എറണാകുളത്തെ 4 മുൻ വൈദികർക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഇവർ ഏതു സമയവും സഭയ്ക്ക് പുറത്താകാമെന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. കത്തീഡ്രൽ ബസിലിക്ക, തൃപ്പൂണിത്തുറ ഫൊറോന, പാലാരിവട്ടം, മാതാനഗർ എന്നീ പള്ളികളിലെ മുൻ വൈദികരുടെ മേൽ ആരംഭിച്ച നിയമ നടപടികൾ പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് റഫർ ചെയ്താണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയത്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ, തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളി മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻ വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ, മാതാനഗർ വേളാങ്കണ്ണി മാതാ പള്ളി മുൻ വികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ വൈദികനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും 2024 ഡിസംബർ 22 മുതലാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പൂർണ്ണമായും ഒഴിവാക്കിയത്. പൗരസ്ത്യ കാനോൻ നിയമ സംഹിതയിലെ 1473 കാനോന അനുസരിച്ച് ഈ 4 വൈദികരുടെയും മേൽ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നടപ്പിൽ വരുത്തുകയും ചെയ്തു. പ്രധാനപ്പെട്ട 4 നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഇവയാണ്. 1. അവർ ഇപ്പോൾ നിയമവിരുദ്ധമായി താമസിക്കുന്ന പള്ളികളിൽ നിന്നും മാറി ഓരോരുത്തർക്കും നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് യഥാക്രമം വിജോ ഭവൻ തൃക്കാക്കര, സാന്തോം ഭവൻ പൊതി, റിന്യൂവൽ സെന്റർ കലൂർ എന്നിവിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. 2. തങ്ങൾക്ക് നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനത്തിലെ സ്വകാര്യ ചാപ്പലിൽ അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം. എന്നാൽ മറ്റൊരിടത്തും ബലിയർപ്പിക്കുവാനോ ബലിയർപ്പണത്തിൽ സഹകാരികളാകുവാനോ കൂദാശകളോ കൂദാശ അനുകരണങ്ങളോ പരികർമ്മം ചെയ്യുവാനോ സാധ്യമല്ല. ഈ നിരോധനങ്ങളുടെ ലംഘനം ശിക്ഷാർഹമാണ്. 3. കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുവാൻ അവർക്ക് നൽകിയിരുന്ന അനുവാദം റദ്ദു ചെയ്തിരിക്കുന്നു. 4. 2024 ഡിസംബർ 17 തീയതി വരെ അവർ സേവനം ചെയ്തിരുന്ന ഇടവക അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പ്രസ്തുത ഇടവക അംഗങ്ങളെ ബന്ധപ്പെടുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നു. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പിതാവ് നേരത്തെ തന്നെ നൽകിയ മുന്നറിയിപ്പുകൾ ലംഘിച്ചതിനാലാണ് വൈദികർക്ക് മേൽപ്പറഞ്ഞ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാനോനിക നടപടിക്രമങ്ങൾ അനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് വൈദികരുടെ മേൽ എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും റഫർ ചെയ്തിരിക്കുന്നു. ഈ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും പ്രത്യേക ട്രൈബ്യൂണലിന്റെ ശിക്ഷാ വ്യവഹാരങ്ങളുടെ വിധിക്ക് വിധേയമാണ്. മേൽപ്പറഞ്ഞ വൈദികരുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും എതിരെ പരാതിയുള്ള പക്ഷം അവർക്ക് പൗരസ്ത്യ കാനോന സംഹിതയിലെ 999, 1000 എന്നീ കാനോനകളിൽ പറയുന്ന പ്രതിവിധി തേടാവുന്നതാണെന്ന് അതിരൂപത പത്രക്കുറിപ്പിൽ അറിയിച്ചു.